ട്രാവൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് ദോഹ പോർട്ടിലാണ്. ഇവിടെ ഒരു ഇറ്റാലിയൻ കപ്പൽ വന്നിട്ടുണ്ട്. ഇറ്റാലിയൻ കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കോ വെസ്പാച്ചോ പാക്കിൽ കാണാൻ പറ്റും. അതിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഏകദേശം 90 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു കപ്പലാണിത്. 1931 ഫെബ്രുവരിയിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ഭംഗിയുള്ള കപ്പലുകളിലൊന്നായിട്ടാണ് ഈ കപ്പലിനെ അറിയപ്പെടുന്നത്. അതായത് ഒരു നാവിക കപ്പലാണ്, പടക്കപ്പലാണ്, പായ്ക്കപ്പലാണ്. അത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വേൾഡ് മൊത്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഖത്തറിലെത്തിയിട്ടുള്ളത്. ഖത്തറിൽ നിന്ന് ഇപ്പോൾ പോകുന്നത് UAE, അബുദാബി ഭാഗങ്ങളിലേക്കാണ്. അവിടുന്ന് വീണ്ടും അവർ യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ മുംബൈയിലുണ്ടായിരുന്നു കപ്പൽ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഖത്തറിലുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിൽ കയറി അവിടുന്ന് കുറച്ച് ബാൻഡ് കാര്യങ്ങൾ, ചെറിയ ഗിഫ്റ്റ് കിട്ടി, ബാഡ്ജൊക്കെ കിട്ടി. നമുക്ക് കപ്പലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. കാരണം അതിന് ഓരോ സ്പെസിഫിക് ടൈമും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഫ്രീ ആയിട്ടുള്ള എൻട്രിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ എൻട്രി കിട്ടണമെങ്കിൽ ഭയങ്കര ബുക്കിംഗ് എല്ലാം സോൾഡ് ഔട്ടായിരുന്നു. ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ട്രൈ ചെയ്തപ്പോൾ ഒരു ശേഷം നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേറൊരു മാസ്റ്റർ ക്ലാസ്, അതായത് ഒലീവ് ഓയിലിൻ്റെ മാസ്റ്റർ ക്ലാസ്സാണ് കിട്ടിയത്. ഇറ്റലിയിൽ നിന്ന് വന്ന ആളുകൾ ചെയ്യുന്നത്. നമുക്ക് കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി കിട്ടിയില്ല. അങ്ങനെ ഒരു നഷ്ടം നമുക്കുണ്ടായി. പിറ്റേ ദിവസം നമ്മൾ ട്രൈ ചെയ്ത് വന്നിട്ട് നോക്കാം ഡേ ടൈമിൽ, പക്ഷേ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കപ്പലിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റും നമുക്ക്. അതിൻ്റെ ആ 3 ഷെയ്ഡുകളായിട്ട് അവരുടെ ഇറ്റലിയുടെ പതാകയുടെ കളറ് ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അകലെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഗ്രീനും വൈറ്റും റെഡും കൂടിയിട്ടുള്ള അവരുടെ ഫ്ലാഗിൻ്റെ കളറാണത്. ഇവിടെ വന്ന് കയറുമ്പോൾ കാണാൻ കഴിയുന്നത് അതിൻ്റെ എൻട്രിയും അതുപോലെ തന്നെ ലൈഫ് ബോട്ടുകൾ എല്ലാം സൈഡിലായി വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഒരുപാട് റോപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഒരു എൻട്രൻസ് ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു ക്യാപ്റ്റനാണോ ആരോന്ന് അറിയില്ല, കയറി പോകുന്നത് കണ്ടു. അങ്ങനത്തെ കാഴ്ചകൾ. നല്ല ക്രൗഡായിരുന്നു. പോലത്തേന് അവിടെ ഖത്തറിൻ്റെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആളുകൾ കയറിപ്പോകുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കപ്പലിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓവറോൾ 101 മീറ്ററാണ് വരുന്നത്. അതിൽ ഈ കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് ഏകദേശം ഒരു 264 പേര് ഡിഫറെൻ്റ് ഓഫീസേഴ്സായി ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ അവരുടെ മിലിറ്ററി ബാൻഡിൻ്റെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
മിലിറ്ററി ബാൻഡിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. ഒരു കോൺസേർട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അവരുടെ ഒരു ഷോപ്പ്, കുറച്ച് സെല്ലിങ് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഷോപ്പുണ്ട്. പിന്നെ നമ്മൾ കപ്പലിൻ്റെ കുറച്ച് ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ട് കുറച്ച് വിഷ്വൽസ് എടുത്തു. അവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ആണിത്. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കടലിൻ്റെ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ പുറകിലുള്ള ബിൽഡിങ്ങിൻ്റെയും കപ്പൽ കാണുന്നത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. കുറച്ച് ഇരുട്ടാണെങ്കിലും പക്ഷേ അത് അതിമനോഹരമായിട്ട് കാണാൻ പറ്റി. അവിടെ കുറേ ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിസ്സ മേക്കിംഗ് സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്, കിയോസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ കണ്ട പോലെ ആ ഒരു ഷോപ്പിംഗ് ഏരിയയും ഉണ്ട്. അപ്പോൾ കപ്പലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കയറുകയാണെങ്കിൽ നല്ലായിരുന്നു. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ ഫോർ നൗ.